മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ നടിയാണ് മഞ്ജു വാര്യർ. അഭിനയത്തിലും സോഷ്യൽ മീഡിയയിലെ ഉദ്ഘാടനത്തിനുമെല്ലാം ഏറെ സജീവമായിരുന്ന മഞ്ജു ഈയിടയ്ക്ക് കോഴിക്കോട് മൈജി ഷോറൂമിന് ഉദ്ഘാടനത്തിനായി വന്നിരുന്നു. ആ ഉദ്ഘാടനത്തിനിടയിൽ മഞ്ജുവിനുണ്ടായ ദുരനുഭവത്തിൻ്റെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൻതോതിൽ പ്രചരിക്കുന്നത്. എന്നാൽ മോശമായ രീതിയിലാണ് ആ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കപ്പെടുന്നത്. മലയാളികൾക്കെല്ലാം ഏറെ പ്രിയങ്കരിയായ മഞ്ജു കോഴിക്കോട് മൈജി ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിനായി എത്തിയിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലൂടെ കടന്നു വരുന്ന മഞ്ജുവിൻ്റെ ദേഹത്തേക്ക് ഒരാൾ അനുവാദമില്ലാതെ സ്പർശിക്കുന്നുണ്ട്. ഒരു കൈ മാത്രമായിരുന്നു മഞ്ജുവിൻ്റെ കയ്യിൽ തൊട്ടത്. എന്നാൽ അത് മോശമായി പോയി എന്നാണ് ആരാധകർ എല്ലാവരും പറയുന്നത്. ആ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്യുന്നുണ്ട്. ഒരാളുടെ ദേഹത്തേക്ക് അനുവാദമില്ലാതെ ആരും തൊടാൻ പാടില്ല എന്നാണ് സോഷ്യൽ മീഡിയയുടെ ആരാധകർ എല്ലാവരും കുറിക്കുന്നത്. അതൊരു സ്ത്രീയായാലും പുരുഷനായാലും തെറ്റായി പോയി എന്നും മഞ്ജുവിന് അതിഷ്ടമായിട്ടുണ്ടാവില്ല എന്ന് ആരാധകർ പറയുന്നു. അത് തീർത്തും മോശമായി പോയി എന്നാണ് ആരാധകർ കമൻറ്റ് ബോക്സിലൂടെ അഭിപ്രായപ്പെടുന്നത്. മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ നടിയാണ് മഞ്ജു വാര്യർ. എന്നാൽ മഞ്ജു അതൊന്നും റിയാക്ട് ചെയ്തിട്ടില്ല. വലിയ ആൾക്കൂട്ടമായതുകൊണ്ട് തന്നെ അറിയാതെ പറ്റിയതായിരിക്കുമെന്നാണ് മഞ്ജു കരുതുന്നത്. എന്നാൽ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെല്ലാവരും ഇതിന് പ്രതികരണം അറിയിച്ചു കൊണ്ട് എത്തിയിരിക്കുകയാണ്. സ്ത്രീയായാലും പുരുഷനായാലും നടനായാലും നടിയായാലും ദേഹത്ത് തൊടുമ്പോൾ അനുവാദം ചോദിക്കണമെന്നാണ് ആരാധകർ കമൻറ്റ് ബോക്സിലൂടെ അഭിപ്രായപ്പെടുന്നത്. മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ നടിയാണ് മഞ്ജു വാര്യർ. വളരെ ചെറുപ്പത്തിലെ അഭിനയത്തിലേക്ക് ചുവടുവെച്ച മഞ്ജു വിവാഹത്തിന് ശേഷം അഭിനയത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് അഭിനയ രംഗത്തേക്ക് നടി തിരിച്ചെത്തിയത്. മഞ്ജുവിൻ്റെ തിരിച്ചുവരവ് വെറുതെയായില്ല. ഒന്നിനു പിറകെ ഒന്നായി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിലാണ് മഞ്ജു അഭിനയിച്ചത്. മഞ്ജു അഭിനയിച്ച സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റായിരുന്നു. ഇന്ന് അഭിനയ രംഗത്ത് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ മഞ്ജു പൊതുപരിപാടികളിലെ ഉദ്ഘാടനങ്ങളിലുമെല്ലാം പങ്കെടുക്കാറുണ്ട്. ആ കൂട്ടത്തിൽ മഞ്ജു കോഴിക്കോട് എത്തിയിരുന്നു. അതിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുന്നത്.